Welcome back to my YouTube channel. This is me and my mummy. So, നമ്മൾ ജോബ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങി നടക്കാം. ഇറ്റ്സ് എ റാൻഡം ട്യൂസ്ഡേ മോർണിംഗ് ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. എനിവേസ്, അപ്പോൾ നമ്മൾ ജോബ്ലെസ് ആയതുകൊണ്ട് ഞങ്ങൾ ഓൺ എ ട്യൂസ്ഡേ മോർണിംഗ് ഉച്ച 12 മണി നമ്മൾ ഹൈലൈറ്റ് മോളിൽ വന്നിട്ടാണുള്ളത്. മമ്മി സി ഹായ്. സി ഹായ്. ഹായ് ഹായ് ഹായ്. യാ, സോ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് പ്ലാൻസ് ഉണ്ട്. സോ ഐ തോട്ട് ഐ വിൽ മേക്ക് എ വ്ളോഗ് ഔട്ട് ഓഫ് ഇറ്റ് ബിക്കോസ് വൈ നോട്ട്. നമുക്ക് യാത്ര പോകാനുണ്ട്. ഞങ്ങൾക്ക് കുറേ പരിപാടികൾ കമ്മിങ് അപ്പ് ആണ് ഈ വീക്കെൻഡിൽ. സോ വി തോട്ട് നമുക്ക് കുറേ പരിപാടികളുണ്ട്, സോ കുറേ പ്ലാൻ ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങളൊരു വ്ളോഗായിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. സോ നോക്കാമല്ലേ എന്താ ചെയ്യുന്നതെന്ന്. ചിരിക്കങ്ങട് ബൈ. ഞാൻ ഇങ്ങനെ സോ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് മാക്സിലാണ്. സോ ഞങ്ങളുടെ അപ്കമിങ് ട്രിപ്പ് പ്രമാണിച്ച് അമ്മയ്ക്ക് ഷോപ്പ് ചെയ്യാനുണ്ട്. സോ കം ഓൺ. ഓക്കെ, മാക്സിൽ ഇപ്പോൾ കുറേ കുർത്ത സെറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സോ ഐ മീൻ ഇഫ് യു ഗൈസ് വാണ്ട് ടു കം ചെക്ക് ഔട്ട് യു ക്യാൻ. എനിക്ക് മെല്ലെ സംസാരിക്കണം, എനിക്ക് സൗണ്ടിൽ സംസാരിക്കാൻ ഭയങ്കര മാറും. ഐ ഷുഡ് ഗെറ്റ് യൂസ് ടു ദിസ്. ഞാൻ മൈക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് ബൈ ദ വേ, പക്ഷേ ഇതൊരു പ്ലാൻഡ് വ്ളോഗ് അല്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ മൈക്ക് എടുത്തിട്ടില്ല. ഐ എം വെരി ഡിസപ്പോയിൻറ്റഡ് ഇൻ മൈ സെൽഫ്. സോ കുർത്ത സെറ്റ് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു, എന്തോ എനിക്കറിയാൻ പാടില്ല. ട്രൈ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അതുവരെ 2 കുർത്തിയൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. ഇഷ്ടമായോ? പക്ഷെ പുലിക്കളി മൂടാണ്. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്? ഡു കമൻറ്റ്. ഇഷ്ടപ്പെട്ടു ഗൈസ്. മതി. എൻ്റെ മമ്മി സിക്കാണ് ഗൈസ്. ഞങ്ങൾ ഡോക്ടറെ കാണാൻ ഇറങ്ങിയത്. അവിടുന്ന് ഞങ്ങൾ വഴി തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്ക്. അവിടെ ഇല്ലല്ലോ. ഡോക്ടറെ കിട്ടിയില്ല. സോ ഞങ്ങൾ ഇവിടെ നമ്മുടെ ഷോപ്പിംഗ് തൽക്കാലം മാക്സിത്തത് കഴിഞ്ഞിട്ടുണ്ട്. സോ വി ആർ ഹെഡിങ് ഔട്ട്. ഇനി എങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൂടാ. ലെറ്റ്സ് സീ. സത്യം പറഞ്ഞാൽ ഞാനും അമ്മയും നമ്മൾ രണ്ടാളും സിക്കാണ്. നമുക്ക് ഡസ്റ്റ് അലർജിയാണ്. കാരണം വീട്ടിൽ റെനോവേഷൻ നടക്കുന്നുണ്ട്. സോ അത് ഞങ്ങളിത് എന്ത് കോൾഡാണെന്ന് മനസ്സിലാവില്ല. വീട്ടിലെല്ലാവരും സിക്കായിരുന്നു. ബട്ട് നൗ വി റിയലൈസ് ഡസ്റ്റ് അലർജിയാണ്. സോ അതുകൊണ്ട് ഈ ഷോപ്പിൽ വന്നപ്പോൾ ഇവിടുത്തെ പൊടിയൊക്കെ എഫക്റ്റ് ആവുന്നുണ്ട്. ആക്ച്വലി വ്ളോഗ് എടുക്കുന്ന കാര്യം മറന്നുപോയി. എൻ്റെ മമ്മിക്ക് എപ്പോഴും നമ്മൾ ഹൈലൈറ്റിൽ വരുമ്പോൾ ഒന്നെങ്കിൽ ഹോം സെൻറ്റർ അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ എക്സ്പോ പ്ലേസാണ്, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് മീ ബീങ് എൻ ആർക്കിടെക്ട് ഐ ഡോണ്ട് ഹേറ്റ് ഇറ്റ്. പക്ഷേ ഞാൻ ഷോപ്പ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഇവിടെ കയറാൻ വലിയ താല്പര്യമില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. എനിക്കില്ലേ ആക്ച്വലി ഇങ്ങനത്തെ പ്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കണമെന്നുണ്ട്. ലൈക്ക് ദീസ് പ്രെറ്റി പ്ലേറ്റ്സ്. എനിക്ക് ഈ ഒരു ലെഫ്റ്റിൽ കാണുന്ന ഈ ഒരു സൈസിലുള്ള പ്ലേറ്റൊക്കെ ഐ ജസ്റ്റ് ലവ് ദം. പക്ഷേ ഒരു പെർഫെക്റ്റ് സാധനം ഞാൻ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ഓൺലൈൻ ഓൾസോ ഐ ഹവ് സീൻ. ബട്ട് എന്താ പറയുക, ഞാൻ നോക്കുന്ന ഒരു സാധനം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ മേ ബി എല്ലാം കാണുമ്പോൾ ഐ ജസ്റ്റ് ഗെറ്റ് കൺഫ്യൂസ്ഡ് ആൻഡ് ഐ എൻഡ് അപ്പ് നോട്ട് ടേക്കിങ് എനിത്തിങ്. ഇതൊക്കെ കൊള്ളാം. ഈ ഗ്രീൻ ഇതിന് 90 ഉള്ളൂ ആകെ. ഇറ്റ്സ് പ്രെറ്റി ഗുഡ്. പക്ഷേ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ഗ്രീൻ സിമിലർ സാധനം ഉണ്ട്. സോ ഐ എം നോട്ട് ടേക്കിങ് ദിസ്. ആക്ച്വലി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഓഫർ പ്രൈസാണ് പറയുന്നത് 90. ഐ വുഡ് എനിവൺ ബൈ ദിസ് ഡൈനിങ് ടേബിൾ. കോമഡി സാധനം. ഇഷ്ടമായി? നമുക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോവാം? അങ്ങോട്ട് പോകണം. നല്ല ഫിഷ് ഫ്രൈ ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് പോവാം. ഓക്കെ, സോ അമ്മ ഹോട്ടലിൽ പോയാലോ? ഓക്കെ, അപ്പോൾ നമ്മൾ അമ്മയിൽ പോകല്ലേ? ഓക്കെ, നമുക്ക് ഗോകുലത്തിലും പോവാം. പാൻറ് ഇവിടെ കിട്ടിയില്ലല്ലോ, അവിടെ നോക്കാം അല്ലേ? പ്രൊഫഷണൽ ബ്ലോഗർ. ഒരു പ്രൊഫഷണൽ ബ്ലോഗറാണ്.
മൂക്കൊന്നും ചൊറിയല്ലേ അമ്മേ. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. സാഡ്ലി അംബിക ക്ലോസ്ഡ്, അല്ല അമ്മ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ അംബികയിൽ വരാൻ തീരുമാനിച്ചു. കാരണം റെനോവേഷനാണ്. മേ ബി നോമ്പായതുകൊണ്ട് ആൾക്കാർ കുറവായതുകൊണ്ട് എല്ലാ റെസ്റ്റോറൻറ്റ്സും റെനോവേഷന് വേണ്ടി അടച്ചിട്ടുണ്ടല്ലോ. സോ ആ കൂട്ടത്തിൽ ഇതും ക്ലോസ്ഡ് ആണ്. കുഴപ്പമില്ല, നമുക്ക് അംബികയിൽ പോവാം. നമ്മുടെ ഒരു ഫേവറേറ്റ് അമ്മയായിരുന്നു. ഞാനും അമ്മയും കൂടെ ഇവിടെ പോയിട്ട് ഫിഷ് ഫ്രൈയും ചോറൊക്കെ കഴിക്കുന്നതായിരുന്നു. പറ്റില്ല, നല്ല വെയിൽ. ഞാനാണെങ്കിൽ വരുന്ന വഴിക്ക് എൻ്റെ മറ്റേ സ്ലീവ്സ് ഇടാൻ മറന്നു കയ്യിൽ. അതാണ് ടാനായി. ഇനി കുറച്ച് ഹോം റെമഡീസൊക്കെ ആയിട്ട് നമുക്ക് തുടങ്ങണം. ഭയങ്കര തിരക്കല്ലേ. കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. പക്ഷേ അംബിക ഹോട്ടലിലെ ഫിഷ് ഫ്രൈ ഒരു സ്പെഷ്യലാണല്ലോ. അത്ര പോരാ ഫിഷ് ഫ്രൈ ഒന്നും. എൻ്റെ 2 സ്റ്റുഡൻസിൻ്റെ ഹോട്ടലാണ് അംബിക ഹോട്ടൽ. അതുകൊണ്ടൊന്നും മോശം പറയാൻ പറ്റില്ല. കറിയൊക്കെ സ്വാദുണ്ടായിരുന്നു. സാധാരണ അംബിക അമ്മ അംബിക കമ്പയർ ചെയ്യുമ്പോൾ സൈഡ്സ് ഒക്കെ അംബികയിൽ നല്ലത്. ഫിഷ് ഫ്രൈ ആണ് അമ്മയത്തെ അടിപൊളി. പക്ഷേ നമ്മൾ ആ ഫിഷ് ഫ്രൈ ആഗ്രഹിച്ചിട്ടാണ് വന്നത്. അത് $10 രൂപ കൂടുതലാണ് അവിടെ. ഇവിടെയോ? അവിടെ 60 അല്ലേ, 70. അടിക്കാതെ പോകുന്നുണ്ടോ? ഞങ്ങളിപ്പം ഗോകുല മോളിൽ വന്നിട്ടുണ്ട്. അമ്മയ്ക്കില്ലേ ഗോ കളേഴ്സിൻ്റെ 2 പാൻറ് ആയിരുന്നു വേണ്ടത്. നമ്മളിപ്പോൾ വാങ്ങിച്ച് കുർത്തീനെ മാച്ച് ചെയ്യാൻ. പക്ഷേ ഓക്കെ, ആരെയൊക്കെയോ കാണുന്നുണ്ട്, കണ്ടോട്ടെ. നമ്മുടെ ഫ്രണ്ട് കയറി. അവളെ അമ്മേനെയും കൂടി അവിടെ വീട്ടിൽ ഫോട്ടോ എടുത്തരാം. എവിടെ പച്ച കണ്ടാലും എൻ്റെ മമ്മി അത് സ്പോട്ട് ചെയ്യും. അതെ, അത് വേണോ? ഓക്കെ, വേണ്ട. വേണ്ടെങ്കിലും എൻ്റെ മമ്മി സ്പോട്ട് ചെയ്യും. അതാണ് എൻ്റെ മമ്മി. ഇവിടെ പച്ച കണ്ടാലും എൻ്റെ മമ്മി. കേട്ടോ, ഇട്ടിരിക്കുന്നതേ പച്ചയാണ് ഗൈസ്. അയ്യോ, മമ്മി എവിടെ? ഗോ കളേഴ്സ് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ചേഞ്ച് ചെയ്തിട്ടാണോ വരുന്നത്? ഇഷ്ടമായോ? കിട്ടാ? ഞാൻ ലാർജല്ലേ ഇടുന്നു, വെക്കുന്നല്ലേ. നെക്സ്റ്റോയിൽ പോവാം. ഇതൊക്കെ സെയിം തന്നെയല്ലേ? അല്ല, അത് പ്ലെയിൻ അല്ലേ? ആരമ്മേ? ഇത് ടവൽ പിള്ളാണ് കേട്ടോ. ഓപ്പൺ ചെയ്തിടാം. ഇത് ഡിഷ് റാക്കാണ്, DT റാക്ക് എന്ന് പറയും. നിങ്ങൾക്ക് ഡിറ്റർജൻറ്റ് പോലുള്ള സംഗതികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് DT റാക്ക്. ഇത് ടവൽ പിള്ളാണ്. നോക്കുള്ളൂ, നമ്മുടെ ഹാഫ് ലൈൻ തന്നെ വരുന്നതാണ്. എന്താ ഇതാണോ കൗണ്ട് ടോപ്പോ? അത് ആക്സസറീസ്, ഹാർഡ്വെയർസും സാധനങ്ങളൊക്കെ ഉണ്ട്. മറ്റേ കിച്ചണിലൊന്നും കൂടെ ഒന്ന് നോക്കാനുള്ളൂ. got bataka guys. നമ്മൾ അമ്മേൻ്റെ വീട്ടിലേക്ക് വന്നു. ബിക്കോസ് നമ്മുടെ വീട്ടിൽ മൊത്തം പൊടിയാണ് ഗൈസ്.
സോ പൊടി പണിക്കാർ പോയിട്ട് ഞങ്ങൾ പോയിട്ടുള്ളൂ. എന്താ ഇത് പിടിക്കേ പൊടി പോക്കണ്ട. നോക്കാം. അയ്യോ ഇനി ഇവിടുത്തെ കാഴ്ചകൾ. ഓ ഇവിടെ മാങ്ങയുണ്ട് ഗൈസ്. ആമി ഇന്നെ കണ്ടിട്ട് ഒരു ഇതുമില്ല. ആമി എവിടെയാണ്? Gugu says welcome to our YouTube channel. ഓ ബഹുമാനമുള്ള കുട്ടിയാ. അതാ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറയൂ. കുട്ട ഇങ്ങോട്ട് നോക്കൂ. ഗുങ്കു ഹായ് പറ. ഹായ് ഒരു ഹായ് പറയൂ. ഹായ് കുങ്കു കുങ്കു കുങ്കു. പേഷ്യൻസ് ലെവൽ. യെസ് യെസ്. അവിടെ ഇരിക്കാൻ പറയും. എന്താണ് ചിരിക്കും. ആമിക്കൊരു ഉമ്മ കൊടുക്കോ? ആമിക്കൊരു ഉമ്മ കൊടുക്കോ മോൻ? ഉമ്മ തരുമോ? ഹായ് പറയാത്ത കുട്ടിയൊന്നും അല്ല ഗൈസ്. ഗുങ്കു ഹായ് പറയുന്ന കുട്ടിയാണ്. ഇപ്പൊ കുറച്ച് അടിക്ക് പിന്നെ ഒരു കുറവുമില്ല. ഹായ് എന്നെ കണ്ട് അപ്പ് അടിക്കാൻ പറയും. ഒരു മിക്സി അടിച്ചാണോ പറഞ്ഞത്? പക്ഷെ അങ്ങനെയൊന്നുമില്ല, എന്നെ കണ്ട് അപ്പ് അടിക്കാൻ പറയും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഗൈസ്. ഈ പാട്ടൊക്കെ അറിയാ? ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓ മൈ ഗോഡ്, ആക്സിഡന്റ് നടന്നിരിക്കുന്നു ഗൈസ്. കണ്ടോ, ഇവനെന്നെ ആക്രമിക്കാനുള്ള ഒരു ത്വരയാണ് നമ്മളെ കാണുന്നത്. ബൈ ഗാഗു. ബൈ ബൈ പറ. ടാറ്റാ. ഗോൾഡൻ ആർ വേഗം പൊക്കോന്ന്. ഓക്കെ, നമ്മൾ അമ്മമ്മേന്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ്. ഇനി ഞങ്ങൾക്ക് വീട് ക്ലീൻ ചെയ്യാനുണ്ട് ഗൈസ്, അല്ലാതെ അവിടെ ജീവിക്കാൻ പറ്റില്ല. ഹായ്, സോ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ ഇവിടെ പണി നടക്കുന്നുണ്ട്, ലൈക്ക് റെനോവേഷൻ പണി നടക്കുന്നുണ്ട്. ഫുൾ പൊടിയാണ്. അപ്പോൾ ഞാനിനി അടുത്തായിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ആ പൊടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി പോവുക. കാരണം പൊടി പണിക്കാർ പോയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ നിന്നായിരുന്നു. പക്ഷെ എന്നാലും അവരിനി നാളെയും വരും, നാളെയും പൊടിയാവും. പക്ഷെ അത് ഇവിടെ നിൽക്കണ്ടേ ആ ഒരു സമയത്ത്. ഞങ്ങളെന്തായാലും കുറച്ച് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇന്നൊരു ചെറുത് ഔട്ടിങ് വിത്ത് അമ്മ അങ്ങനത്തെ ഒരു ഡേ ആയിരുന്നു. ബട്ട് എനിവേസ്, നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ഡു എവറിത്തിങ്. സോ അത്രയേ ഉള്ളൂ. സോ ബൈ ബൈ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.